ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഉന്നക്കായാണ്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള പഴം, നേന്ത്രപ്പഴം പുഴുങ്ങിയത്, കാഷ്യൂ നട്ട്സ്, മുന്തിരി. ഞാനിപ്പോൾ ഇവിടെ കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ മുന്തിരി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ പഞ്ചസാര, പിന്നെ ഏലക്കായ പൊടിച്ചത് വേണമെങ്കിൽ എടുക്കാം, നെയ്യ്, ചിരവിയ തേങ്ങ, ഇതൊക്കെയാണ് ചേരുവകൾ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലോട്ട് പുഴുങ്ങിയ നേന്ത്രപ്പഴം നന്നായിട്ട് ഉടച്ചെടുക്കുക. ഉടച്ചെടുത്തതിന് ശേഷം നല്ല ചപ്പാത്തി മാവ് പരത്തുന്നത് പോലെ തന്നെ നല്ല കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായി കുഴച്ച് അതിനൊരു ചെറിയൊരു ഷേപ്പ്, റൗണ്ട് ഷേപ്പിലായിട്ട് നമുക്കതിനെ പരത്തിയെടുക്കാം. അതിന് മുന്നായിട്ട് നമുക്ക് ഒരു പാനിലോട്ട് കാഷ്യൂ നട്ടും റൈസിൻസ്, മുന്തിരി, കറുത്ത മുന്തിരി അല്ലെങ്കിൽ സാധാരണ മുന്തിരി ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ആ മുന്തിരി ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യത്തിന്. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര കുറവാണ് എടുത്തിട്ടുള്ളത്, മുന്തിരി കുറച്ച് കൂടുതലുള്ളത് കൊണ്ട്. അപ്പോൾ പഞ്ചസാര നിങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾ മുന്തിരി ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഹെൽത്തിനും നല്ലതാണല്ലോ. അപ്പോൾ മുന്തിരിയും കാഷ്യൂ നട്ടും നെയ്യിൽ നല്ലോണം ഒരു ബ്രൗണിഷ് കളർ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളറിലാവുന്ന വരെ നല്ലോണം ടോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ചിരവിയ തേങ്ങ നമുക്ക് ഇപ്പോൾ ഒരു മൂടി വേണമെങ്കിലും ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 3 നേന്ത്രപ്പഴത്തിന് കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പഞ്ചസാര നേരത്തെ പറഞ്ഞ പോലെ കുറവായിട്ടാണ് ചേർത്തത്. ഏലക്കായ മുഴുവൻ 2 ഏലക്കായ മുഴുവനായിട്ട് ചേർത്തി. അപ്പം പൊടി ആണെങ്കിൽ പൊടിയും ചേർത്താം കേട്ടോ. അപ്പം നേരത്തെ പുഴുങ്ങി വെച്ച ബനാന നമുക്ക് എന്ത് ചെയ്യാം, നല്ല ചപ്പാത്തി മാവ് പരത്തിയെടുക്കുന്ന പോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഷേപ്പിൽ വരും. അപ്പോൾ ഞാനിപ്പോൾ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ സംഭവം ചെയ്യുന്നത് കൊണ്ട് എനിക്കത് പ്രോപ്പറായിട്ട് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ 2 കയ്യിലൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് വെക്കുന്നത് ഈ തേങ്ങയുടെ സ്റ്റഫ് നമ്മൾ അതിനകത്ത് വെച്ച് ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് മധുരമുള്ള പലഹാരം ആയതുകൊണ്ട് അത് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം പല പല ഷേപ്പ്, ഇപ്പോൾ റൗണ്ട് ഷേപ്പിൽ, സ്ക്വയർ ഷേപ്പിൽ അങ്ങനെയൊക്കെ അവർക്ക് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി അവർ നന്നായിട്ട് കഴിക്കുന്നതായിരിക്കും. അതിന് നമുക്ക് നല്ലൊരു വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ഒരു ഓയിലിലോ നിങ്ങൾക്ക് ഏതാണോ വീട്ടിൽ കൂടുതലായിട്ട് ചെയ്യാറുള്ളത് അതിൽ നല്ലോണം പൊരിച്ചെടുക്കുക. ലൈറ്റ് ഒരു ബ്രൗണിഷ് കളർ ആവുന്നവരെ ഒന്ന് പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരുടെയും